ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെയും EDP കോർപ്പറേറ്റ് റെഗുലേഷൻ ഒക്കെ നമ്മൾ ചെയ്തു വരുവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലത്തെ വീഡിയോസ് നിങ്ങൾ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് ടൈം ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മെയ് 8, അതായത് ഇന്ന് മുതൽ പഠിക്കാനുള്ള ടൈം ടേബിളാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ചാപ്റ്റർ 5 ആണ് ബാങ്കിങ്ങിൻ്റെ ആദ്യം പഠിക്കാനായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ചാപ്റ്റർ 1, 2 ഒക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഈ നോട്ട്സ് ആയിട്ടുള്ള വീഡിയോസ്. അപ്പോൾ ചാപ്റ്റർ 5 ഒന്ന് ചെയ്യൂ, ടൈം ടേബിൾ പ്രകാരം പഠിക്കാനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ചാപ്റ്റർ 5 ഒന്ന് വേഗം ചെയ്യുന്നത്. ഈ ഒരൊറ്റൊരു വീഡിയോയിൽ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ 5 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ചാപ്റ്റർ തന്നെയാണ് ഇത്. പക്ഷെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഇതിൽ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ചാപ്റ്റർ 5 ബാങ്കിങ് ആണ്. അപ്പോൾ എന്താണ് ബാങ്കിങ് എന്നുള്ളത് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എന്താണ് ബാങ്കിങ് എന്നുള്ളത് പഠിച്ചു വെക്കാം. 2 മാർക്കായിട്ട് എക്സ്പെക്ട് ചെയ്തേക്കാം. ബാങ്കിങ് ഇസ് ദ ഇലക്ട്രോണിക് ഡെലിവറി. ബാങ്കിങ്ങിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ബാങ്കിങ്. സോ ബാങ്കിങ് ഇസ് ദ ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസസ് ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെയുള്ള ബാങ്കിങ് സർവീസുകളെയാണ് നമ്മൾ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് അലോസ് കസ്റ്റമേഴ്സ് ടു മാനേജ് ദെയർ അക്കൗണ്ട്സ് ആൻഡ് കണ്ടക്ട് ട്രാൻസാക്ഷൻസ് ഓൺലൈനായിട്ട് അവരുടെ ട്രാൻസാക്ഷൻസ് നടത്താനും ബാങ്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ അല്ലേ. അതായത് ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ബാങ്കിങ്ങിന് എക്സാമ്പിളാണ്. Then the need for e-banking arose from the necessity to reduce operational cost and improve customer convenience. നമുക്ക് ഈ ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാം. ഇപ്പം നമ്മളൊരു നേരിട്ടൊരു ബാങ്കിൽ പോയി ബസ് കയറി പോയി അവിടെ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ കസ്റ്റമേഴ്സിന് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തൻ്റെ സ്വന്തം മൊബൈൽ ഫോണിലൂടെ തന്നെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ദെൻ ബാങ്കിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് എൻഹാൻസസ് കസ്റ്റമർ എക്സ്പീരിയൻസ്, ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. ഇതൊക്കെ നമുക്ക് ഇതുവഴി കിട്ടുന്ന ഗുണങ്ങളാണ് കേട്ടോ. അതുമാത്രമല്ല ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഡിയൻസിനെ കുറച്ചും കൂടി വൈഡ് ആക്കാനും അവരുടെ സർവീസ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ബാങ്കിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ബാങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കുക 2 മാർക്കിന് കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്കിങ് എന്നുള്ളത്. സോ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരുപാട് പോയിന്റ്സ് പറയാൻ പറ്റും. അതായത് 24/7 അവൈലബിൾ ആണ്, കൺവീനിയൻ്റ് ആണ്, നമുക്ക് ടൈം ലാഭിക്കാം അല്ലെ, ടൈം സേവിങ്സ്. പിന്നെ ഒരു കോസ്റ്റ് നമുക്കില്ല, കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, റെഡ്യൂസ് ബേർഡൻ. നമുക്ക് ആ ഒരു ഫിസിക്കലി എന്താ പറയുക, ഒരു ബാങ്കിൽ നേരിട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ആ ഒരു ഭാരം തന്നെ നമുക്ക് ഒഴിഞ്ഞു. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ നീഡ് ഫോർ ട്രാൻസ്ഫോർമേഷൻ, അതായത് നമുക്ക് ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ടെക്നോളജിക്കലായിട്ട് ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒന്ന് മാറണം അല്ലേ. അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്കിങ് വന്നിട്ടുള്ളത്. ദെൻ എവർ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. നമുക്കറിയാം ബാങ്കിങ് ഫീൽഡിലായാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കേസിലായാലും കോമ്പറ്റീഷൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും പഴയ പോലെ, ഇപ്പോൾ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുകയാണ് SBIയിൽ നിന്ന്, അപ്പോൾ അവർ പറയുകയാണ് നമുക്ക് ഓൺലൈനായിട്ട് ഗൂഗിൾ പേ വഴി ഒന്നും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല, ഇവിടെ ബാങ്കിന് ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് അക്കൗണ്ട് എടുക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ്, കോമ്പറ്റീഷൻ അത്രയുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഇലക്ട്രോണിക്കലി, അതായത് ബാങ്കിങ് പോലുള്ള സർവീസ് നമ്മൾ എടുത്തേ പറ്റൂ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഇതുവഴി ഒരുപാട് പുതിയ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന് എത്തിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ചെക്ക് ലീഫ് കഴിഞ്ഞു, അതുവരെ നമുക്ക് ആപ്പ് വഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ യൂസ് ഓഫ് ഇലക്ട്രോണിക് മീൻസ്. അപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും, ഇതൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും വേണം, മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ബാങ്കിങ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇതിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൃത്യമായിട്ടുണ്ട്, അതിൻ്റെ ഒരു നല്ല റോള് തന്നെ ഇതിൽ വഹിക്കുന്നുണ്ട്. ദെൻ ബൗണ്ടറി ലെസ് ബാങ്കിങ് ആണ്, അതായത്
എനിവർ അറ്റ് എനി ടൈം, എവിടെ വെച്ച് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇ ബാങ്കിങ് യൂസ് ചെയ്യാം. ഗൂഗിൾ പേ നമുക്ക് യൂസ് ചെയ്തൂടെ? അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സമയവും കാലവും സന്ദർഭവും ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബാങ്കിങ്ങിൻ്റെ നീഡ്സ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. ഇതിനും സിമ്പിളായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇത് കുറച്ച് നല്ല പോയിന്റ്സ് ആണ് മാത്രം കേട്ടോ. അടുത്തത് ഡയമെൻഷൻസ് ഓഫ് ഇ ബാങ്കിങ് ആണ്. നമുക്ക് 3 ഡയമെൻഷൻസ് ആണ് വരുന്നത്. ഒന്ന് C2B ഇ ബാങ്കിങ്. C2B എന്ന് പറയുമ്പം കസ്റ്റമർ ടു ബാങ്ക് ആണ്. അതായത് കസ്റ്റമർ ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്. അതിപ്പോൾ ഗൂഗിൾ പേ തന്നെയാണ് എക്സാമ്പിൾ. ഗൂഗിൾ പേയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കസ്റ്റമേഴ്സാണ് അവിടെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നത്, ബാങ്കുമായിട്ട് ഇടപെട്ടിട്ട് അല്ലേ. അപ്പോൾ അതാണ് C2B. ദിസ് ഡയമെൻഷൻസ് ഇൻവോൾവ്സ് ഓൺലൈൻ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ബാങ്ക്. കസ്റ്റമറും ബാങ്ക്, അതായത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ബാലൻസ് ചെക്ക് ചെയ്യുക, ബില്ലടയ്ക്കുക, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്തത് ബാങ്ക് ടു ബാങ്ക് ആണ്. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അത്. നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ഒരു ഫെഡറൽ ബാങ്കിൽ നിന്നും തൃശ്ശൂരുള്ള ഒരു കനറ ബാങ്കിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തൂടെ? പറ്റും. അപ്പോൾ ബാങ്ക് ടു ബാങ്ക് ഇ ബാങ്കിങ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. അടുത്തത് ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ്. അതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത് ECB എന്നാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എക്സാമിന് വാട്ട് ഈസ് ECB എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക, ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ്. ദിസ് ഡയമെൻഷൻ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റം ബൈ സെൻട്രൽ ബാങ്ക്. ഇത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? RBI ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഈ RBI ആണ് എല്ലാ ബാങ്കുകളെയും കൈകാര്യം ചെയ്യുന്നതും അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും അവരെയൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കിന് ഓൺലൈനായിട്ട് പാസ് ചെയ്യുന്നതാണല്ലോ എളുപ്പം. അപ്പോൾ അങ്ങനെ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റം to manage monetary policy, regulate commercial bank, provide informations, liquidity to the financial system. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും അവരെ എന്താ പറയുക മാനേജ് ചെയ്യാനും കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും റെഗുലേറ്റ് ചെയ്യാനും എല്ലാം ഇവിടെ നമ്മുടെ സെൻട്രൽ ബാങ്ക് മോളിൽ നിന്ന് ഓൺലൈനായിട്ട്, അതായത് ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ പാസ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് എത്തിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ്. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഡയമെൻഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇവല്യൂഷൻ ഓഫ് ഇ ബാങ്കിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവല്യൂഷൻ ഓഫ് ബാങ്കിങ് ഉണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇത് ഇവല്യൂഷൻ ഓഫ് ഇ ബാങ്കിങ് ആണ് കേട്ടോ. അപ്പം അതൊന്ന് നോക്കി വെച്ചോളൂ. ഇയേഴ്സാണ് വരുന്നത്, ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ കാണുന്ന ബാങ്കിങ് സിസ്റ്റത്തിലോട്ട് വരാനായിട്ട് പെട്ടെന്ന് വന്നതല്ല, അതിന് കുറച്ചൊരു വർഷങ്ങൾ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1990 ICICI ബാങ്ക് ഓൺലൈൻ ബാങ്കിങ് സർവീസ്, അതായത് ഇ ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ICICIയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 99 HDFC ബാങ്ക് അതിനെ ഫോളോ ചെയ്തു, അവരും കൊണ്ടുവന്നു. ദെൻ 2000 ആയപ്പോഴേക്കും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ IT ആക്ട് പാസ്സാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ IT ആക്ട് October 17, 2000 പാസ്സാക്കുന്നു. അതിനുശേഷം 2001 to 2005 ഒരുപാട് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഓൺലൈൻ ബാങ്കിങ് സർവീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2005 മുതൽ 10 വരെയുള്ള കാലഘട്ടത്തിലാണ് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്ന സംഭവമൊക്കെ വന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിങ് നടത്താമെന്നുള്ളത്. ദെൻ 2010 മുതൽ 15 വരെ ആയപ്പോൾ റിസർവ് ബാങ്ക് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ഗൈഡ് ലൈൻസ് ഫോർ മൊബൈൽ ബാങ്കിങ് ആൻഡ് മെനി ബാങ്ക്സ് ലോഞ്ച് ദയർ മൊബൈൽ ബാങ്കിങ് ആപ്പ്. RBI തന്നെ മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ഒത്തിരി ഗൈഡ് ലൈൻസ് കൊടുത്തു. അതുവഴി ഓരോ ബാങ്കുകൾക്ക് ഓരോ ആപ്പുകൾ വരെ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ SBIയുടെ യോനോ ആപ്പാണ്, കനറ ബാങ്കിന് കനറ AI എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ICICI ബാങ്കിന് iMobile എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ബാങ്കിനും HDFCക്ക് ബാങ്ക് എന്താ പറയുക ആപ്പ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ EMI ആയിട്ട് എടുക്കാൻ വെച്ചാൽ HDB ഫിനാൻസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും, അവർക്ക് ആപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ആപ്പുകൾ വരെ ആയി ഇപ്പോൾ സ്വന്തമായിട്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്, ഒരു ഇവല്യൂഷൻ ഓഫ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ് കോർ ബാങ്കിങ്? കോർ ബാങ്കിങ് നമ്മുടെ അടുത്ത് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ആദ്യം തന്നെ പഠിക്കുക. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. കോർ ബാങ്കിങ് ഈസ് എ ബാങ്കിങ് സർവീസ് ദാറ്റ് എനേബിൾസ് എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബാങ്ക് ബ്രാഞ്ചസ് ടു ഷെയർ ഡാറ്റ ബിറ്റ്വീൻ ബ്രാഞ്ചസ്. അതായത് ഇപ്പോൾ നമ്മുടെ SBIയുടെ ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും.
SBIയുടെ ഒരുപാട് ബ്രാഞ്ചില്ലേ. നമ്മളിപ്പോൾ മലപ്പുറത്ത് തന്നെ എത്ര ബ്രാഞ്ച് ഉണ്ട്, കോഴിക്കോട് തന്നെ എത്ര ബ്രാഞ്ച് ഉണ്ട്, അപ്പോൾ ഒത്തിരി ബ്രാഞ്ചുകളുണ്ട് ഇല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ടെങ്ങനെ നമ്മൾ കത്തയക്കോ അല്ലെങ്കിൽ വിളിച്ച് പറയോ അല്ലെങ്കിൽ മെയിൽ അയക്കോ ഒക്കെയാണ് ചെയ്യുക. പക്ഷെ ഇപ്പോഴാണെങ്കിൽ എന്താണ്, എല്ലാവരെയും കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കുകൾ ഉണ്ട് നമുക്ക് അല്ലേ. എല്ലാ ബ്രാഞ്ചുകളെയും കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം എല്ലാവരിലേക്കും ആ ഒരു മെസ്സേജ് നമുക്ക് എത്തിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് അത്രയും സമയം കുറവോട് കൂടിയിട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ എന്താ പറയുക, പല ബ്രാഞ്ചുകൾ, ഇതൊക്കെ ബ്രാഞ്ചുകളാണ് ബാങ്കിൻ്റെ. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണ്. അതിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുക. അങ്ങനെ നെറ്റ്വർക്കായിട്ട് എല്ലാ ബ്രാഞ്ചുകളെയും കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാണ്, ഡാറ്റ ഷെയർ ചെയ്യാണ്. അങ്ങനെ ബ്രാഞ്ചുകളുടെ ഒരു നെറ്റ്വർക്ക്. ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ബേസ്ഡ് സർവീസസ് ആണ്. ഇതിൽ മൊത്തമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 17 ബേസ്ഡ് സർവീസുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാടെണ്ണം നിങ്ങൾക്ക് അറിയാവുന്നതാ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചോദ്യം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സേക്ക് ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ബേസ്ഡ് സർവീസ്. കാരണം 17 എണ്ണം ഉണ്ട് ഇതിൽ. ടെക്സ്റ്റ് ബുക്കിൽ അതിന് 1-2 എണ്ണം കൂടി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടി നല്ലത് നോക്കി 17 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എസ്സേക്ക് ഇത് മൊത്തമായിട്ട് ചോദിക്കാം. അപ്പോൾ മൊത്തമായിട്ട് ചോദിക്കുമ്പോൾ 17 എണ്ണം എഴുതിയില്ലെങ്കിലും ഒരു 12 14 എണ്ണെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. എസ്സേ ആണ് ഈ ചോദ്യം എന്നുണ്ടെങ്കിൽ. ഷോർട്ട് എസ്സേ ആണെങ്കിൽ ഒരു 8-10 എണ്ണം നിങ്ങൾ ഇതിൽ നിന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. പക്ഷേ വേറൊരു ട്വിസ്റ്റ് എന്താണെന്നറിയോ, ഇതിലേത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് 2 മാർക്കിന് ചോദിക്കാം. വാട്ട് ഈസ് MCHQ, അല്ലെങ്കിൽ വാട്ട് ഈസ് ATM, വാട്ട് ഈസ് ക്രെഡിറ്റ് കാർഡ്, വാട്ട് ഈസ് ഡെബിറ്റ് കാർഡ്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം, എന്നാലേ 2 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ കിട്ടുള്ളൂ. ഇതിൽ ഏറെക്കുറെ സിമ്പിളാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ ATM കുറിച്ച് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ലേ. അതായത് 24/7 അവൈലബിൾ ആണ് ATM പോയിട്ട് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ATM സ്ക്രീനിൽ കുറച്ചും കൂടി സർവീസുകൾ ഉണ്ടായിരിക്കുമല്ലോ. പിൻ ചേഞ്ച് ചെയ്യാനുള്ള സർവീസ് ഉണ്ടാവും. ആദ്യമായിട്ട് പിൻ ആഡ് ചെയ്യാനുള്ളൊരു സർവീസ് ഉണ്ടായിരിക്കും. പിന്നെ എമൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ആ ഒരു ATM നിന്ന് അവൈലബിൾ ആയിരിക്കും. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എനിവേർ അറ്റ് എനി ടൈം എന്ന് പറഞ്ഞ പോലെ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പൈസ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ATMന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ATMനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ദെൻ ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ക്യാഷ് വിഡ്രോവൽ, ബാലൻസ് ഇൻക്വയറി, പിൻ ചേഞ്ച്, മിനി സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ. കൺവീനിയൻ്റ് ആണ്, 24 മണിക്കൂറും അവൈലബിൾ ആണ്. അടുത്തത് ക്രെഡിറ്റ് കാർഡ്സ് ആണ്. ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് കാർഡാണ് ദാറ്റ് അലോസ് കസ്റ്റമേഴ്സ് ടു മേക്ക് പർച്ചേസസ് ഓർ ബിൽ ഓൺ ക്രെഡിറ്റ്. കടമായിട്ട്, അതായത് നമ്മുടെ അക്കൗണ്ടിൽ മേ ബി അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഒരു 10,000 രൂപയേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ലവണ്ണം ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ നടക്കുന്ന ഒരു അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് തരും, നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഓഫർ ചെയ്യും. സാർ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ്, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ നമ്മളെ വിളിക്കും. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മുടെ ATM കാർഡ് പോലെ തന്നെ നമ്മുടെ പേരോട് കൂടിയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് നമ്മുടെ വീട്ടിലോട്ട് വരികയാണ് ചെയ്യുക. അങ്ങനെ ആ ഒരു ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ 20,000, 25,000 അങ്ങനത്തെ. എനിക്കിപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ ക്രെഡിറ്റ് കാർഡ് 42,000 രൂപയുടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു 42,000 ക്രെഡിറ്റ് കാർഡ് അവർ നമുക്ക് തരും. അപ്പോൾ അത് എന്താ പറയുക, നമുക്ക് ആ ഒരു മാസം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. 42,000 രൂപ വരെ മാക്സിമം കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ മേ ബി 10,000 ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയായിരിക്കും, ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് 42,000 അങ്ങനെ എത്രയെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം 42,000-നുള്ളിൽ നമുക്കത് സ്വൈപ്പ് ചെയ്തുകൊണ്ട് പർച്ചേസുകൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് അടയ്ക്കേണ്ടത് അടുത്ത മാസമാണ്. ഇപ്പോൾ എൻ്റെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 27-ാം തീയതി ആകുമ്പോൾ ബില്ല് വരും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർച്ച് 27-ാം തീയതി ബില്ല് വന്നു. നിങ്ങളുടെ ഇത്രയും നാളത്തെ ഈ ഒരു മാസത്തെ നിങ്ങളുടെ ചിലവ് എന്ന് പറയുന്നത് 42,000 രൂപ ലിമിറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ 40,000 രൂപ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഏപ്രിൽ 5-ാം തീയതി അടയ്ക്കണം എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് സമയം തരും അവർ. നമുക്കിപ്പോൾ പൈസ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതൊന്നും അറേഞ്ച് ചെയ്യാനുള്ള സമയം വരും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അത് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ അവർ തന്നെ അത്
വലിച്ചു പൊക്കോളും, ആ ഒരു പൈസ അവരെടുത്തോളും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണം, ബൗൺസ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് വരും. പിന്നെ നമുക്ക് എന്താ പറയുക, ലോണൊക്കെ പാസ്സാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഓൺലൈനായിട്ടൊക്കെ, അതായത് ഈ നമ്മൾ EMI ക്കൊക്കെ പർച്ചേസ് ചെയ്യൂല, അപ്പം നമ്മുടെ സിബിൽ സ്കോർ കുറയാന്നൊക്കെ പറയും. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ഇതിൽ ഒരുപാട് പേർക്ക് അറിയായിരിക്കാം നിങ്ങളത് EMI വാങ്ങുന്നുണ്ടെങ്കിൽ സാധനങ്ങൾ. ഓക്കെ, അപ്പം അതിൽ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കാർഡ് ഇഷ്യൂവർ ഉണ്ടായിരിക്കും. അതായത് ആരാണ് നമുക്കിത് തരുന്നത്? ബാങ്കാണ്. അപ്പം അതാണ് കാർഡ് ഇഷ്യൂവർ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആളെ കാർഡ് ഹോൾഡർ എന്നാണ് പറയുക. പിന്നെ നമ്മൾ ഇത് എവിടെ ഉപയോഗിക്കുന്നത്? ഞാനിപ്പോൾ ലുലുവിൽ പോയിട്ടാണിത് ഈ കാർഡ് സ്വൈപ്പ് ചെയ്ത് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അവരെ വിളിക്കുന്ന പേര് മെർച്ചൻ്റ് ഓർ സർവീസ് പ്രൊവൈഡർ എന്നാണ്. അപ്പോൾ ഇവർ 3 പേരുമാണ് നമ്മുടെ കയ്യിൽ വരുന്ന ആൾക്കാർ. ദെൻ ഇതാണ് ഓപ്പറേഷൻസ്, 3 ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞു, ATM കഴിഞ്ഞു. അടുത്തത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാർഡിൽ ലിമിറ്റ് ഉണ്ടായിരിക്കും, ആനുവൽ ഫീ അതിൽ നിന്ന് കുറച്ച് രൂപ വലിക്കും അവർ. പിന്നെ റിവോൾവിംഗ് ലൈൻ ഓഫ് ക്രെഡിറ്റ്, നമ്മുടെ ബാലൻസിൽ നിന്നും നമ്മൾ അടയ്ക്കുവാണെങ്കിൽ 42,000 കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് പിന്നെയും ആ കാർഡ് ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും അതിനുണ്ടായിരിക്കും, ഒരു പിൻ നമ്പറും നമുക്ക് ATM കാർഡ് പോലെ തന്നെ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഡെബിറ്റ് കാർഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ATM കാർഡിനെയാണ് ഈ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറയുന്ന ഡെബിറ്റ് കാർഡ് തരും. ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച്, ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത്, 10,000 അല്ലെങ്കിൽ 10,000 ട്രാൻസാക്ഷൻ നമുക്ക് അത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ക്രെഡിറ്റ് കാർഡ് പോലെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ തന്നെ പക്ഷേ 2 ടൈപ്പ് ഓഫ് ഡെബിറ്റ് കാർഡ്സ് ഉണ്ട്. ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ്സും ഉണ്ട്, ഡെഫേർഡ് ഡെബിറ്റ് കാർഡ്സും ഉണ്ട്. ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ്സ് എന്ന് പറയുമ്പം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 1000 രൂപയുടെ സാധനം വാങ്ങിച്ചു, കാർഡ് സ്വൈപ്പ് ചെയ്ത് 1000 രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആയിട്ട് കാണിക്കും, 1000 രൂപ കുറഞ്ഞതായിട്ട് കാണിക്കും. അതാണ് ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ്സ്. പക്ഷേ ഡെഫേർഡ് ഡെബിറ്റ് കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പോലെ തന്നെ, പക്ഷേ നമ്മൾ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ ഒരു ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോയതായിട്ട് കാണിക്കുള്ളൂ, കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പോൾ അത്തരം ഡെബിറ്റ് കാർഡ്സ് ആണ് ഡെഫേർഡ് ഡെബിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഡെബിറ്റ് കാർഡ്സ് ഉണ്ടെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അടുത്തത് സ്മാർട്ട് കാർഡാണ്. സ്മാർട്ട് കാർഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കാർഡ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ പ്രൊസസ്സർ ആൻഡ് മെമ്മറി. മൈക്രോ പ്രൊസസ്സർ ഒരു ചിപ്പോട് കൂടിയിട്ടുള്ളൊരു കാർഡായിരിക്കും. അതായത് ഇപ്പോൾ ഇതൊരു കാർഡാണെങ്കിൽ അതിൻ്റെ ഇവിടെ ഒരു ചിപ്പൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും കാൽക്കുലേഷൻസ് നടത്താനും ഒക്കെ സാധിക്കുന്ന അത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു കാർഡ്. അടുത്തത് MCHQ പ്രൊഡക്റ്റ്. MCHQ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് provide secure and reliable way for banks to manage their transactions and communication. ഇതൊരു ഡിജിറ്റൽ വാലറ്റ് പോലെയാണ്, ലൈക്ക് ഗൂഗിൾ പേ തന്നെ നമുക്ക് പറയാം. ഇറ്റ് എനേബിൾസ് മൊബൈൽ ടു മൊബൈൽ പേയ്മെൻറ്റ്സ്, allow users to make transactions using their mobile phone as a digital wallet like ഗൂഗിൾ പേ. ഗൂഗിൾ പേ പോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ട് അതിൽ പൈസ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ ആൾക്കാർക്ക്, ഇതെന്താ ഇവിടെ ഒരു ഗോന്ന് വന്നിട്ടുണ്ടേ, ഓക്കെ, ലൈക്ക് ഗൂഗിൾ പേ. അപ്പോൾ എന്താ, നമ്മുടെ മൊബൈൽ ഫോണിലെ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറെ ആൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് MCHQ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ലൈക്ക് ഗൂഗിൾ പേ. അടുത്തത് സ്വിഫ്റ്റ്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർനെറ്റ് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. സ്വിഫ്റ്റ് ഇസ് എ ഗ്ലോബൽ മെസ്സേജിംഗ് നെറ്റ്വർക്ക് യൂസ്ഡ് ഫോർ സെക്യൂറിംഗ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ മെസ്സേജസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ബിറ്റ്വീൻ ബാങ്ക്സ്. ബാങ്കുകൾ തമ്മിലുള്ള മെസ്സേജ് അയക്കലാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അത് ഇൻ്റർനാഷണൽ ലെവലുള്ള മെസ്സേജ് അയക്കലാണ്, വേൾഡ് വൈഡാണ്. ഇപ്പം നമ്മുടെ വേൾഡ് ബാങ്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ലോകത്തിലെ എല്ലാ ബാങ്കുകളെയും എന്താ പറയുക അണ്ടറിലാക്കിക്കൊണ്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ബാങ്കാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേൾഡ് ബാങ്കിന് താഴെയുള്ള ബാങ്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് വേണ്ടേ? നമ്മളിതിൻ്റെ എന്താ പറയുക സെൻട്രൽ ബാങ്കിൻ്റെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ വേൾഡ് ബാങ്ക് അതിന് താഴെയുള്ള എല്ലാവരെയും കണക്ട് ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷന് വേണ്ടി കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം 10,800 ബാങ്കിങ് ഓർഗനൈസേഷൻസ് ഇവിടെ ഉണ്ട്, സെക്യൂരിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ഇതിൽ വരുന്നുണ്ട്. മോർ ദാൻ 200 രാജ്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, അവിടുത്തെ ബാങ്കുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഇവർ നടത്തുന്ന ഒരു ബാങ്കിങ്ങിൻ്റെ ഇൻഫർമേഷൻസ് കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അതാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്, ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ദെൻ 7ാമത്തത് എന്താണ് ഷെയർ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് സിസ്റ്റം.
അഥവാ SPNS, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഷെയർ പേയ്മെന്റ് നെറ്റ്വർക്ക് സിസ്റ്റം ഈസ് എ പേയ്മെന്റ് നെറ്റ്വർക്ക് ദാറ്റ് എനേബിൾസ് ദ ഷെയറിംഗ് ഓഫ് പേയ്മെന്റ് പ്രോസസ്സിംഗ് റിസോഴ്സസ് ബിറ്റ്വീൻ ബാങ്ക്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്ക്. എല്ലാം ഏകദേശം സെയിം ഒക്കെ തന്നെ കേട്ടോ. അടുത്തത് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. വീണ്ടും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് ബിസിനസ് ഡോക്യുമെൻറ്റ്സോ കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൈമാറ്റം ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക്, INFINET എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഇത് 1991 ലോഞ്ച് ആവുന്നത്. അപ്പോൾ ഇവരുടെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇമെയിൽ സർവീസുകൾ നടത്തുന്നുണ്ട്, ഫയൽ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡോക്യുമെൻസിൻ്റെയും എല്ലാ ട്രാൻസാക്ഷൻസ് എല്ലാ കമ്മ്യൂണിക്കേഷൻസും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഏറെക്കുറെ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. ദെൻ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം, EFTS is a system that enables the electronic transfer of funds between ബാങ്കുകൾ തമ്മിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ തന്നെയാണ്. ദെൻ 11ാമത്തത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. നാഷണൽ ലെവലിൽ നേഷൻ വൈഡായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ അടുത്തത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ദിസ് എനേബിൾസ് റിയൽ ടൈം ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ ബാങ്കുകൾ തമ്മിൽ അപ്പം തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ദെൻ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കിൻ്റെ ക്ലിയറൻസ്, പല ഇൻസ്ട്രുമെൻസിൻ്റെ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് എന്ന് പറയുന്നത്. 14ാമത്തത് മൊബൈൽ ബാങ്കിങ് ആണ്. മൊബൈൽ ബാങ്കിങ് നമുക്കറിയാലോ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ബാങ്കിങ് സർവീസുകൾ നടത്തുകയാണെങ്കിൽ അതാണ് മൊബൈൽ ബാങ്കിങ്. ഈ പേഴ്സ് എന്ന് പറയുന്നത് ചെറിയ പേയ്മെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഒരു പ്രീപെയ്ഡ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ചെയ്താൽ മുന്നേ കൂട്ടി നമ്മൾ അടച്ചിട്ടുണ്ടായിരിക്കും അതിലേക്ക്. അങ്ങനെ അതിൽ നിന്ന് ഇപ്പോൾ 2000 രൂപ മുന്നേ അടച്ചിട്ടുണ്ടെങ്കിൽ ആ 2000 രൂപയ്ക്കുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, സീനിയർ സിറ്റിസൺ എന്ന് പറയും അവരെ, അങ്ങനെ വയസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ വീട്ടിൽ വന്നിട്ട് അവരുടെ സൈൻ വാങ്ങുകയോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സർവീസ് കൊടുക്കുകയോ അങ്ങനെ ബാങ്കിങ് സർവീസ് വീട്ടിൽ വന്ന് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്. നെക്സ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ് ഓർ ഹോം ബാങ്കിങ് ആണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ബാങ്കിങ് സർവീസ് നടത്താവുന്നതാണ് ആ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാടെണ്ണം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതുണ്ട്. ഇപ്പോൾ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, മൊബൈൽ ബാങ്കിങ്, പേഴ്സ്, ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്, പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാവുന്ന സാധനങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക ഫുൾ ഫോംസ് വരുന്നതാണ്. ലൈക്ക് ദിസ് ECS, RTGS, NEFT. പക്ഷെ ഇതൊക്കെ നമുക്ക് പഠിക്കണം, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാം. മനസ്സിലായോ? എല്ലാം ഏകദേശം സെയിം ആണ്. അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഓൺലൈനായിട്ട് ബാങ്ക് ടു ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ബാങ്ക് ടു ബാങ്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു, അതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഫുൾ ഫോം ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് 17 ഈ സർവീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഭാഗം കൂടി ഉണ്ട്. എന്താണ് വെർച്വൽ ബാങ്കിങ്? സെയിം സാധനം ഓൺലൈനായിട്ടുള്ള. ഇതിൽ കുറേ സംഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. വെർച്വൽ ബാങ്കിങ് റെഫേഴ്സ് ടു ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ത്രൂ ഓൺലൈനായിട്ട് നമ്മൾ ഫിസിക്കൽ ബാങ്കിൽ പോയി ബ്രാഞ്ചിൽ പോയി കാര്യങ്ങൾ ചെയ്യാതെ ഓൺലൈനായിട്ട് ചെയ്യുന്നതിനെയാണ് വിർച്വൽ ബാങ്കിങ് എന്ന് പറയുക. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? കൺവീനിയൻ്റ് ആണ്, ആക്സസിബിലിറ്റി ഉണ്ട്, 24/7 ബാങ്കിങ് സർവീസ് ആണ്, റെഡ്യൂസ്ഡ് ബാങ്കിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ അതിന് ലിമിറ്റേഷൻസും ഉണ്ട്. എന്തൊക്കെയാണ്? സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് വരാം, പേഴ്സണൽ ഇൻട്രാക്ഷൻ, ബാങ്കും കസ്റ്റമേഴ്സും ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കുറവായിരിക്കും. പിന്നെ ഇത് ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാത്തവർക്ക്, ഗൂഗിൾ പേ ഒന്നും ഉപയോഗിക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. ഇത് തന്നെയാണ് ഇ ബാങ്കിങ്ങിലും വരുന്നത്. ഇ ബാങ്കിങ് മീൻസ് ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്, ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് സെയിം തന്നെ എഴുതാം കേട്ടോ. ഇനി അടുത്തത് എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷുവേഴ്സ് ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസസ് സച്ച് ആസ് ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ഫോർ വൾനറബിൾ ഗ്രൂപ്പ്സ് ലൈക്ക് ലോ ഇൻകം ഇൻഡിവിജ്വൽസ് ആൻഡ് വീക്കർ സെക്ഷൻ. അതായത് എൻഷുർ ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസ്, ഇതാണ് ഇവിടുത്തെ കീ ലൈൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഫിനാൻഷ്യൽ സർവീസസ് കിട്ടണം.
അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം. ആർക്കും ബാങ്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ബാങ്കിൽ പോയിട്ട് ATM പോയി പൈസ എടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ചെക്ക് എഴുതാൻ അറിയില്ല, അങ്ങനെയൊന്നും ആരും പറയരുത്. എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടാവണം, എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാവണം, എല്ലാവർക്കും ഫിനാൻഷ്യൽ സർവീസ് കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് വന്നിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. മെയിനായിട്ട് ലോ ഇൻകം ഗ്രൂപ്പിലുള്ളവർക്ക്, വീക്കർ സെക്ഷനിലുള്ളവർക്ക്, അത്യാവശ്യം ഹൈ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ഉണ്ടാവേണ്ടതല്ല ബാങ്ക് അക്കൗണ്ട്. എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും വേണം, എല്ലാവർക്കും ഫിനാൻഷ്യൽ സർവീസ് കിട്ടണം. അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, എന്താ പറയുക, ഇൻക്രീസ് അവെയർനെസ് അബൌട്ട് ഫിനാൻഷ്യൽ സർവീസസ്, ഇംപ്രൂവ് ഫിനാൻഷ്യൽ ലിറ്ററസി, ഇംപ്രൂവ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്, എംപവർ വിമൻ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്. സ്ത്രീകളെയും ലോ ഇൻകം ഗ്രൂപ്പിലുള്ളവരെയും മൊബൈൽ ബാങ്കിങ് പോലുള്ള സർവീസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക, ഡിജിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് നമ്മുടെ ബാങ്കുകളെക്കുറിച്ചുള്ള ഒരു അറിവ്, സാക്ഷരത എല്ലാവർക്കും ഉണ്ടാവണം, അതിനെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് വന്ന ടേമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇനി പുതിയതായിട്ട് വന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് വന്ന കുറച്ച് ഇനീഷ്യേറ്റീവ്സ് കൊടുത്തിട്ടുണ്ട് താഴെ. നോ ഫ്രിൽ അക്കൗണ്ട്, അത് RBI കൊണ്ടുവന്നിട്ടുള്ളതാണ് 2005. അതായത് മിനിമൽ ഓർ സീറോ ബാലൻസ് അക്കൗണ്ടിനെയാണ് നമ്മൾ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുക കേട്ടോ. അടുത്തത് കിസാൻ ക്രെഡിറ്റ് കാർഡാണ്, KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഫോർ ഫാമേഴ്സ് പ്രൊവൈഡിങ് ടൈംലി ആൻഡ് അഡിക്വേറ്റ് ക്രെഡിറ്റ് സപ്പോർട്ട് ത്രൂ സിംഗിൾ വിൻഡോ സിസ്റ്റം. നിങ്ങളുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും ഉണ്ടാവും ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ്. മെയിനായിട്ട് കർഷകർക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യം ഭൂമിയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയുക, കൃത്യമായിട്ടുള്ളൊരു തുക 2000-3000 രൂപയൊക്കെ ഒരു 3-4 മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അവരുടെ അക്കൗണ്ടിലോട്ട്. അപ്പോൾ അവർക്ക് അത് പോയിട്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്തത് ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇതും RBI 2005 കൊണ്ടുവന്നിട്ടുള്ളതാണ്. പ്രൊവൈഡിങ് ലോൺ അപ് ടു 25,000. ഒരു കൊളാട്രൽ റിക്വയർമെൻറ്റ്സും, അതായത് ആധാരവും ഗോൾഡും ഒന്നും വെക്കാതെ, ഈട് വെക്കാതെ 25,000 രൂപ വരെ നമുക്ക് ലോൺ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത്, നമ്മുടെ ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡ്. അടുത്തത് സേവിങ്സ് അക്കൗണ്ട് വിത്ത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ളതിനേക്കാളും കൂടുതൽ പൈസ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഓവർ ഡ്രാഫ്റ്റ്. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കില്ല ബാങ്ക്. അപ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇതൊക്കെ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണെന്നും അതിൻ്റെ റീസെൻ്റ് ആയിട്ട് വന്ന ഇനീഷ്യേറ്റീവ്സ് എന്താണെന്നൊക്കെ ഷോർട്ട് ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് 3 സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇത് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവരുന്നത്. ഇൻവെൻറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കവർ അപ് ടു 30,000, 30,000 രൂപ വരെയുള്ള ലൈഫ് ഇൻഷുറൻസ് ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ദെൻ 18 മുതൽ 59 വയസ്സ് വരെയുള്ളവർക്കാണ് അത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, 2014-15 കാലഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആയ എല്ലാവർക്കും ഈ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് നല്ല രീതിക്കുള്ള ഒരു ബാങ്കിങ് സർവീസ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന വന്നിട്ടുള്ളത്. അടുത്തത് പ്രധാനമന്ത്രി മുദ്ര യോജനയാണ്. 2015 സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 8, 2015 നരേന്ദ്രമോദി തന്നെയാണ്. ഇത് എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു സ്മോൾ ബിസിനസ് ആൻഡ് ഓൺട്രപ്രണേഴ്സ്, ചെറിയ ബിസിനസ്സുകാർക്കും ഓൺട്രപ്രണേഴ്സിനും ആണ് ഇവർ എന്താ പറയുക, ക്രെഡിറ്റ് ലോണ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ദെൻ അതിൻ്റെ ലോൺസ് പറയുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് നമ്മുടെ ഈ ഒരു എന്താ പറയുക, മുദ്ര യോജനയുടെ ഉള്ളിൽ തന്നെ കുറച്ച് കാറ്റഗറി വരുന്നുണ്ട്. ശിശു എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ലോൺ ഉണ്ട്. അത് അപ് ടു 50,000 വരെയാണ് കൊടുക്കുന്നത്. പിന്നെ കിഷോർ 50,000 to 5 lakh, തരുൺ 5 lakh to 10 lakh, തരുൺ പ്ലസ് 10 lakh to 20 lakh. ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് ലോൺ കാറ്റഗറീസ് ആണ്. ആൾക്കാരുടെ പേരല്ല കേട്ടോ, ലോൺ കാറ്റഗറീസ് ആണ് ഇത്. കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. 2015 നരേന്ദ്രമോദി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത്, ഏത് ബാങ്കിൽ നിന്നും അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ് പ്രായം എന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് കൂടി കിട്ടും. അപ്പോൾ ഈ അടുത്ത് നിങ്ങൾ
അക്കൗണ്ട് എടുക്കാൻ പോയവരാണെങ്കിൽ അവർ നമ്മളോട് പറയും ഇതിൽ കൂടെ കുറച്ച് ഇൻഷുറൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ഒക്കെ കിട്ടും, അത് നിങ്ങൾ മാസം മാസം അടയ്ക്കൊന്നും വേണ്ട, വർഷം ഒരു 12 രൂപയോ 22 രൂപയോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കുക ചെയ്യുക, വർഷത്തിലൊരിക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്കീമാണ് ഇതൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ KYC ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 12 രൂപയാണ് വർഷം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന 2015 തന്നെയാണ്. ഇത് നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ്. ഇത് പറഞ്ഞ് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായക്കാർക്ക് 330 പെർ ആനം 330 വെച്ചിട്ട് വർഷം വലിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഇൻഷുറൻസ് സ്കീം തന്നെയാണ്. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വലിച്ചിട്ട് അവർ ചെയ്യുന്ന, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് സ്കീമുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ, പ്രധാനമന്ത്രി മുദ്ര യോജന, ദെൻ പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇതെല്ലാം സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ആണ്. ഈ 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് 2014-15 കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. നോക്കി, വെറും 1/2 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ ഒരു 1/2 മണിക്കൂറും കൂടി എടുത്താൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെയും ഒരു 1/2 മണിക്കൂറും കൂടി എടുത്താൽ പക്കയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ട് പിന്നെ ഒരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റും. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മതി ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.